ഗുരുദേവ ട്രസ്റ്റ് പൊട്ടി, നടത്തിപ്പുകാർ 100 കോടിയുമായി മുങ്ങി. ആലപ്പുഴ ഹരിപ്പാട് എരികാവ് കേന്ദ്രീകരിച്ച് 2004 തുടങ്ങിയ ഗുരുദേവ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന ഗുരുദേവ് ട്രസ്റ്റിന്റെ ഭാരവാഹികൾ 2000-ഓളം വരുന്ന നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച 100 കോടിയിൽ പരം രൂപയുമായി മുങ്ങി. ട്രസ്റ്റ് ചെയർമാൻ കുമാരപുരം എരികാവ് സുദർശനയിൽ ചന്ദ്രമോഹൻ, സെക്രട്ടറി എരികാവ് ചാപ്രയിൽ TP പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി എരികാവ് പുത്തൻചെറിയിൽ മണിലാൽ, ജീവനക്കാരൻ അനീഷ് എന്നിവരെ പ്രതികളാക്കി തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തു. പക്ഷേ പ്രതികൾ ഇന്നും നാട്ടിൽ സുഖമായി വിലസുന്നു. കേസ് അട്ടിമറിക്കപ്പെട്ടു. നിക്ഷേപകർ ഇപ്പോഴും പണത്തിനായി അലയുന്നു. 25 ലക്ഷത്തിൽ പരം രൂപ നിക്ഷേപിച്ച അനിൽകുമാറിന്റെ വാക്കുകൾ കേൾക്കുക. IT ന്യൂസ് അല്ലേ? അതെ. ഓക്കെ, ഞാൻ ഒരു ഇൻഫർമേഷൻ ഒന്ന് തരാൻ വേണ്ടി. ഇൻഫർമേഷൻ മീൻസ് അതൊരു ഇതുപോലെ നിങ്ങൾ നെടുമ്പറമ്പിലെ റിപ്പോർട്ട് കണ്ടായിരുന്നേ. അതുപോലെ നമ്മുടെ ഈ ആലപ്പുഴയിലെ ഹരിപ്പാടെന്നൊരു സ്ഥലമുണ്ട്. ഹരിപ്പാട് ഗുരുദേവ ട്രസ്റ്റ് ഒരു സ്ഥാപനമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഏകദേശം 100 കോടി രൂപയ്ക്ക് മേളിൽ തട്ടിപ്പടച്ച് വലിയ വിഷയത്തിൽ കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. നാട്ടുകാരാണ്. അതിന്റെ കമ്പനി എന്ന് വെച്ചാൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തതാണ്, ഒരു ഫാമിലി ട്രസ്റ്റ് ഫോം ചെയ്ത് അവർ തന്നെ കുറെ അവരുടെ തന്നെ ഇൻവെസ്റ്റേഷനെ വെച്ചൊരു ട്രസ്റ്റ് ഫോം ചെയ്തതാണ്. 2002 മുതൽ ഒരു പ്രവർത്തനം തുടങ്ങിയതാണ്. തുടങ്ങി നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ അതിനകത്ത് ഫിനാൻസ് ഉണ്ട്, ചിട്ടിയുണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ടൈല് ഫാക്ടറി ഉണ്ട്, സ്കൂളുണ്ട്, ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇവർ 15% പലിശ കൊടുത്തിട്ടാണ് ഇവര് ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥാപനം ഈ കോവിഡ് വന്നപ്പോഴത്തെ കോവിഡിന്റെ മറവിൽ ഇവര് എല്ലാവരും കോവിഡാണല്ലോ എല്ലാത്തിനും മാനദണ്ഡം വെച്ചേക്കുന്നത്. കോവിഡ് മൂലം ആർക്കും ഒരു പ്രോഫിറ്റ് കൊടുക്കാതായി. അങ്ങനെ വിഷയം പല ദിവസങ്ങൾ കയറി ഇറങ്ങിയ വിഷയങ്ങളായി. അവസാനം ഇവര് ഒരു പ്രോപ്പർട്ടി ലോൺ എടുത്ത് വേറെ ലോൺ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒരു സുപ്രാർത്ഥി ഇവരങ്ങ് മുങ്ങുകയാണ് ചെയ്തു. ഈ കംപ്ലീറ്റ് ഡയറക്ടർ ബോർഡും പ്രസിഡന്റ് സെക്രട്ടറിയും. ഈ ട്രസ്റ്റിന്റെ പ്രസിഡന്റും അതിന്റെ ചന്ദ്രമോഹൻ എന്ന് പറയുന്നത് സെക്രട്ടറി പ്രസാദ്, ചന്ദ്രമോഹൻ എന്നൊരാളാണ് എന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവര് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇവർക്കെല്ലാം കോൺഗ്രസിന്റെ ആഡംബരമൊക്കെ ആയിരുന്നു ഈ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഈ പ്രസാദ് ഒരു സാധുവായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇതുകൊണ്ട് ഇവരുടെയൊക്കെ മക്കളെയൊക്കെ വെളിയിലൊക്കെ വിട്ട് അമേരിക്കയിലൊക്കെ വിട്ട് പഠിപ്പിക്കാനുള്ള ആസ്തി ഉണ്ടാക്കി. ബോർഡ് മെമ്പേഴ്സ് എല്ലാം വലിയ ആസ്തികളിലേക്ക് മാറി. ഈ ഇതിനകത്ത് ചെറിയ കയർപീരിക്കാരുടെ 25,000 രൂപ മുതൽ കോടികൾ വരെ ശ്രമിച്ച ആളുകളുണ്ട് ഇതിനകത്ത്. ഈ ആരുടെയും പലിശ ഒന്നും ആദ്യമുള്ളവർക്കെല്ലാം പലിശ കൊടുത്തോണ്ടിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്ന ആൾക്കൊന്നും പലിശയും കൊടുത്തില്ല, മുതൽ കൊടുത്തില്ല. എന്നിട്ട് ഇവർ ഒളിവിൽ പോയതിനു ശേഷം ഒളിവിൽ ഇരുന്നുകൊണ്ട് ഇവർ വക്കീൽ മുഖേന എല്ലാവരും പറഞ്ഞു ലീഗൽ സർവീസിൽ ബന്ധപ്പെട്ട് ലീഗൽ സർവീസിന് ഓർഡർ ആക്കാൻ പറഞ്ഞവർ. അങ്ങനെ ഒരുപാടുപെട്ട എനിക്ക് 1500-2000 അടുത്ത നിക്ഷേപമുണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ പല നമ്മുടെ ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, പല മേഖലകളിലായിട്ട്. അപ്പൊ ഈ വന്ന സാധനത്തിനകത്ത് ലീഗൽ സർവീസുമായി ബന്ധപ്പെട്ട് ഇവരെ കാരണം ഇതിനകത്ത് വലിയൊരു ജുഡീഷ്യൽ ഓഫീസറിനകത്ത് ഇൻവെസ്റ്റർ ആയിരുന്നു. അത് പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല. വലിയ കേരളത്തിലെ പ്രധാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ ഇൻവെസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബിനാമിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹം ഡയറക്ടറല്ല, അദ്ദേഹത്തിന് ബിനാമി ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ പൈസ ഇവർ തിരിച്ചു കൊടുത്തായിട്ട് അറിഞ്ഞു. അദ്ദേഹത്തിന്റെ പൈസ തിരിച്ചു കൊടുത്ത് അദ്ദേഹം വാങ്ങിക്കാൻ പറഞ്ഞേക്ക് അവിടെ കൂടിയവരൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന സമയത്ത്. അന്നേരം അവരെ ഈ ഉദ്യോഗസ്ഥൻ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം റിട്ടയർഡായി, വേറെ റിട്ടയർഡ് ആയതിനു ശേഷം വേറെ ഗവൺമെന്റ് ഒരു ഫോറത്തിലുണ്ട് പുള്ളി ഇപ്പോഴും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ചിട്ടാണ് ഇവര് മുങ്ങിയതും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് ഇവർ ലീഗൽ സർവീസിൽ നീങ്ങിയതുമല്ല. കാരണം അദ്ദേഹത്തിന് പൈസ കിട്ടിയപ്പോൾ അദ്ദേഹം സേഫായി. മറ്റുള്ളവരുടെ പൈസ ഇവരെ കിടക്കുവാണല്ലോ. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഇദ്ദേഹം കൊടുത്ത നിയമോപദേശം ഇവർ പോയതിനു ശേഷം ഈ ഒരുമാതിരിപ്പെട്ട ആളുകളെ ലീഗൽ സർവീസ് കൊടുത്തു. ലീഗൽ സർവീസ് കൊടുത്തപ്പോഴത്തേക്ക് ലീഗൽ സർവീസിന്റെ സിറ്റിംഗ് ഓരോ മാസവും 2 മാസം 3 മാസം കൊണ്ട് സിറ്റിംഗ് നടത്തി ഓരോരുത്തരുടെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇവർ ആ സമയത്ത് ഈ ഇവരുടെ തന്നെ കുറെ ബന്ധുക്കളുടെ പേരിൽ സർട്ടിഫിക്കറ്റ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതിനു ശേഷം അതിനകത്ത് പൈസ തിരിച്ചു കൊടുത്ത രേഖ ഉണ്ടാക്കി ഹൈക്കോടതി കാണിച്ച് ഒരു ജാമ്യം വാങ്ങിച്ചു. അപ്പം ഹൈക്കോടതി പൈസ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ബാക്കിയുള്ളവരെ കൊടുക്കാൻ വേണ്ടി ലീഗൽ സർവീസ് ബന്ധപ്പെട്ടെന്നും പറഞ്ഞ് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം വെച്ചുകൊണ്ട് ഇവര് ലീഗൽ സർവീസ് അതിന് ശേഷം ലീഗൽ സർവീസുകാർ ഇവർക്ക് ഓരോരുത്തരുടെ നിക്ഷേപങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് പലർക്കും കൊടുത്ത് പലിശ കുറച്ച് മുതലിനകത്ത് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് വ്യക്തിയാണെങ്കിൽ അയക്കുന്ന പലിശ കൊടുത്തിട്ടുണ്ട്. ആ പലിശ മുതലിനകത്ത് കുറച്ചിട്ട് ബാക്കിയുള്ള അമൗണ്ട് കൊടുക്കാനായി. പലർക്കും അത് കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ പലരും അത് ശരി അങ്ങനെ പല തർക്കിച്ചു. അങ്ങനെ ഓരോരുത്തരുടെ എമൗണ്ടിൽ കുറവ് വരുത്തിയ ശേഷം ഓർഡറാക്കി ഓരോരുത്തർക്ക് ഇപ്പം കഴിഞ്ഞ മെയ് 2023 മെയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞ് ഓഗസ്റ്റ് കൊടുക്കാന്ന് എല്ലാവർക്കും ഓർഡറാക്കി. കുറെ പേര് പോകാതിരുന്നവരും ഉണ്ട്. അങ്ങനെ ഓർഡറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഓർഡറിന്റെ പേരിൽ
ഒരാൾക്ക് പോലും ഇന്നുവരെ പൈസ കൊടുത്തിട്ടില്ല. ഇനി ഓർഡർ ആക്കി കഴിഞ്ഞപ്പോൾ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇനിയും പൈസ അവിടെ ഇല്ല, ഇനിയും വേണമെങ്കിൽ സിവിൽ പെറ്റീഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഇതെങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോകണം. ഇവരും പ്രായമുള്ള ആളുകളാണ്. ഈ ഇൻവെസ്റ്റേഴ്സ് നല്ല പ്രായമുള്ള ഇപ്പൊ ഇൻവെസ്റ്റേഴ്സിനെ പലരും മരിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എത്ര ആൾ ഇപ്പൊ ഒരു സിവിൽ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു മിനിമം 10 വർഷം കഴിയാതെ അതിനകത്തൊരു തീരുമാനമാകത്തില്ല. ഒരു മുനിസിപ്പൽ കോടതിയിൽ ആളുകൾ എക്സിക്യൂട്ടീവ് പെറ്റീഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിനെ കിട്ടിയ ഉപദേശം വെച്ചാണ് ഇവർ നീങ്ങിയേക്കുന്നത്, വള്ളത്തന്ത്രവരോട് നീങ്ങിയേക്കുന്നത്. ബാക്കി കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടെങ്കിൽ ഇത് വളരെ തന്ത്രപരമായിട്ട് ഇത് ഈ അന്വേഷണം നിരത്തി കൊടുക്കും. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ മകൻ ക്രിക്കറ്റിന്റെ ഒരു വലിയ കളിക്കാരനൊക്കെയാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന ക്ലബിന്റെ പ്രധാനപ്പെട്ട കളിക്കാരൻ ഒരു ഉയർന്ന ഡിവൈഎസ്പി ആയിരുന്നു. ഇവരുടെ സ്വാധീനം മുഖേന ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ക്രൈംബ്രാഞ്ചുകാരെല്ലാവരും ആ ബാച്ചിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നതുള്ളവരല്ല. അവർ മുഖേന ഈ അന്വേഷണങ്ങളെല്ലാം ഡിലേ ആക്കി പലതും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് അന്വേഷണം ഒരു പരിധി എത്താതെ അന്വേഷിക്കാനുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണം പറഞ്ഞ് ഡിലേ ആക്കുന്നതല്ലാതെ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവർ ഡിലേ ആയിക്കൊണ്ട് പോവുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഉൾപ്പെടെ കുറെ ആളുകൾ ഹൈക്കോടതിയിൽ വക്സ് ആക്ട് വരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി റിട്ട് സമർപ്പിച്ചു. ആ റിട്ടാണെങ്കിൽ ഏകദേശം 7 മാസത്തെ ഓരോ പ്രാവശ്യവും മാറ്റി വെച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഗവൺമെന്റ് റിപ്പോർട്ട് തരാൻ പറയും. പിന്നെയും ആവശ്യപ്പെടും. ഗവൺമെന്റ് സമയം വേണമെന്ന് പറയും. വീണ്ടും സമയം വേണം. അങ്ങനെ തന്നെ ഇപ്പോൾ 7 മാസമായിട്ട് ഓരോ പ്രാവശ്യം സമയം വേണമെന്ന് പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു. എങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് ഈ അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ആർക്കും പൈസ കൊടുക്കാത്ത രീതിയിൽ ഇവരെ വളരെ സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവരുടെ ആസ്തികളിൽ പലതും, അതായത് മീൻസ് ഇവർക്ക് ഒരു 10-50ഓളം ടിപ്പറും 10-50 മേളിൽ ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പലതും ബേസിലായിട്ട് വിൽക്കുകയും അവരുടെ ഭാഗങ്ങളിൽ അവർ സേഫാക്കുന്നുമുണ്ട്. അപ്പൊ ഈ ആളുകൾക്കൊന്നും പലിശയില്ല. പലരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ക്യാൻസർ, അങ്ങനെ പലരും മരണപ്പെട്ടു. ഒരാൾക്ക് പോലും പൈസ കൊടുക്കാതെ കമ്മ്യൂണിറ്റിയിലുള്ളവരാ കൂടുതൽ നിക്ഷേപിച്ചേക്കുന്നത് ഈ ട്രസ്റ്റില്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈഴവ സമൂഹത്തിന്റെയാണ് ട്രസ്റ്റ് വന്നേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് പല കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, പല നാനാ ഭാഗത്തുള്ള ആളുകൾ ഇൻവെസ്റ്റർമാരുണ്ട്. കാരണം ഇവർ ആ സമയത്ത് നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രോഫിറ്റിന്റെ പേരിൽ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് കൂടുതലും ഈഴവ സെഗ്മെന്റിൽ നിന്നുള്ളവരുണ്ട്. അതിൽ കൂടുതൽ മറ്റെല്ലാ കമ്മ്യൂണിറ്റി ഉള്ളവർ ഇതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഏകദേശം എത്ര വർഷം നന്നായിട്ട് പ്രവർത്തിച്ചു? ഒരു 2002 മുതൽ ഏകദേശം ഒരു 10-15 വർഷം നന്നായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ ചെറിയ രീതിയിൽ തുടങ്ങി ഇവരുടെ ആസ്തി ഇവർ പല കമ്പനികളായിട്ട് വളർന്നു. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ടൂർസ് ആൻഡ് ട്രാവൽസ് വന്നു. 50 മേൽ ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ബസ്സുകൾ വേറെ ഉണ്ടായിരുന്നു. കൺസ്ട്രക്ഷൻ, അതായത് റോഡ് വർക്ക് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ആളുകളുടെ പേരെന്താണ്? ചെയർമാൻ ചന്ദ്രമോഹൻ. അദ്ദേഹം കോൺഗ്രസിന്റെ വാർഡ് മെമ്പറായിരുന്നു. ഇവിടുത്തെ ആ വാർഡിലെ മെമ്പറായിരുന്നു അദ്ദേഹം. അലയൻസിന്റെ ഭാരവാഹിയായിരുന്നു. അതുകൂടാതെ തന്നെ ഇദ്ദേഹം ഇവർക്ക് സുദർശന എന്ന് പറയുന്ന ഒരു ആദ്യകാലത്തിലെ ബാലെ ട്രൂപ്പിന്റെ ഓണറാണ് ഇദ്ദേഹത്തിന്റെ ഫാദർ എന്ന് പറഞ്ഞു. ഇയാളത് ഏറ്റവും വലിയൊരു ബാലെ ട്രൂപ്പായിരുന്നു സുദർശന എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ ഇപ്പം 98 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ അച്ഛനൊക്കെ ജീവിച്ചിട്ടുണ്ട്. ആസ്തികൾക്ക് ഇഷ്ടംപോലുണ്ട്. ഇവർ ഈ ആളുകളുടെ ഇവർ ലോൺ ഒന്നും ചെയ്തില്ല ഇവരായിട്ട്. ഇപ്പൊ അറ്റാച്ച് കുറച്ച് പേർ ആളുകൾ അറ്റാച്ച് ചെയ്യാനും അവിടെ കിടക്കുന്നില്ല, വിൽപ്പന നടക്കുന്നില്ല. ഗവൺമെന്റ് കൊടുത്ത് ഗവൺമെന്റ് ലീഗലാക്കി തന്നാലേ ഇത് മറ്റൊരു പോകാൻ പറ്റും. 2 സ്കൂളുണ്ട് ഇവർക്ക്. കൊപ്പാറത്ത് സ്കൂളുണ്ട്. അങ്ങനെ 2 സ്കൂളുണ്ട് ഇവർക്ക്. അതിൽ തന്നെ ഒരു വേക്കൻസിക്ക് തന്നെ 10-15 പേരുടെ പൈസ വാങ്ങിച്ചവരുണ്ട്. 45-50 ലക്ഷം രൂപ വെച്ച്. അങ്ങനെ വേറെ വിഷയങ്ങളുണ്ട്. സകല മേഖലകളിൽ നിന്നും ഇതുണ്ടെങ്കിൽ ഇതൊന്നും യാതൊരുമായി ബാധിക്കാത്ത രീതിയിൽ ഇവർ സേഫാണ്. അവിടെ ജീവിക്കുന്നുണ്ടോ? വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഇത്രയും കേസുകളുണ്ടെങ്കിലും ഇവർക്ക് ഈ സ്വാധീനം മുഖേന പല രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ കോൺട്രാക്ട് വർക്കുകൾ ചെയ്ത് കാരണം അവരൊക്കെ ഇവരെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇപ്പം നിസ്സാരമായിട്ട് ഇത്രയും വന്ന ന്യൂസുകൾ ഇത്രയും വന്നെങ്കിലും ഈ വിഷയങ്ങളിൽ ഒരു ന്യൂസുകാരും ആരും കൊടുക്കുന്നില്ല. പല മേഖലയിൽ നമ്മൾ ബന്ധപ്പെട്ട് പല ചാനലുകാരെ ബന്ധപ്പെട്ട് അവരാരും ന്യൂസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിപ്പോൾ ഇവരുടെ സ്വാധീനം കൊണ്ടായിരിക്കുമല്ലോ. ഞാൻ മാധ്യമങ്ങളാണെങ്കിൽ ഞങ്ങൾ പല പ്രാവശ്യം ഒരുപാട് പ്രസ് മീറ്റിംഗ് വെച്ചു. അവർ പോലും വ്യക്തമായ രീതിയിൽ പേപ്പർ ന്യൂസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അത്രയും ഒരു വലിയ ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 100 കോടിയിലേക്ക് മേലുണ്ട് ഏറ്റവും മിനിമം. നമ്മുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. അനിൽകുമാർ ഇൻവെസ്റ്റർ ആണോ? എന്റെ വൈഫിന്റെ പേരിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം അത് നമ്മൾ അറിയാതെ പോയി ചെയ്തൊരു മീൻസ് ലാസ്റ്റ് സമയത്താണ് പോയി ചെയ്ത്. എന്റെ ഒരു 24 lakhs 25. ഗുരുദേവ ട്രസ്റ്റ് എരിക്കാവ്. ഗുരുദേവനെ വരെ വിറ്റ് തന്നു അല്ലേ? അതെ, ഗുരുദേവ ട്രസ്റ്റ് ഗുരുദേവന്റെ പേരിലാണ്. അതാണ് അത്രയും ഒരു ജനകീയമാക്കി എടുത്ത്. അതുകൊണ്ട് ആ പേരിൽ എടുത്തിട്ടാണ് ഇതിനകത്ത് ഇദ്ദേഹം നമ്മുടെ ഗോകുലം ഗ്രൂപ്പിന്റെ അതുണ്ടല്ലോ, അവരുടെ പാർട്ടി ഉണ്ടല്ലോ, വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ അതിനകത്തുള്ളൊരു പാർട്ടി അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം പോലും ഇവരെ എഴുതില്ല. കാരണം ഇവരെ ആസിൽക്കോനെ അവർക്ക് എടുക്കാമായിരുന്നു. പുള്ളി പോലും ഇവരെ ഒഴിഞ്ഞു. കാരണം ഇവരുടെ ഭാഗത്ത് കറക്ഷൻ ഉണ്ടായിരിക്കും. അവരല്ലെങ്കിൽ ഈ സ്കൂളുകളൊക്കെ വേണമെങ്കിൽ അവർ ഏറ്റെടുക്കേണ്ടതാണ്.
അവർ പോലും ഫണ്ട് കൊടുത്തില്ല ഇവർക്ക്. ഇവർ പറഞ്ഞല്ല പലയിടത്തുനിന്ന് ഇവർക്ക് ലോൺ കിട്ടുന്നുണ്ടാണ് കുറേ നാളെ ശേഷം കോവിഡിന്റെ സമയം മുതൽ വരെ ആളുകളെ നിർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പല മേഖലയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങൊന്നും കിട്ടിയില്ല. പിന്നെ ഇവർ പല രീതിയിൽ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുക ചെയ്തത് പല മേഖലകളുമായിട്ട്. ഇപ്പൊ അതിനിടയ്ക്ക് ഇവരുടെ മക്കളെ ഇവർ രഹസ്യമായിട്ട് UK അയച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വലിയൊരു സംഭവം നടന്നേക്കുന്നത് അത്. ഞങ്ങൾ പിന്നെ അതിനോട് കൂടാതെ ഞങ്ങളിവിടെ ഒരു ഡിസ്യൂഡ് പീപ്പിളും ഒരു ചാരിറ്റി അസോസിയേഷൻ ഫോം ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഇതിനകത്ത് പെട്ടവരുടെ ഒരു 10-85 പേര് ചേർന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ഒരു ചാരിറ്റി അസോസിയേഷൻ ഫോം ചെയ്തു ഇതിന്റെ കേസിന് പോകാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഒരു സെക്രട്ടറി ഉണ്ട്, മുരളീധരൻ നായർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ഒരു ചാരിറ്റി ഫോം ചെയ്തിട്ട് ആ ചാരിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഹൈക്കോടതി ഞങ്ങൾ ബഡ്ജാക്ട് പ്രകാരം ഇത് കേസാക്കണമെന്ന് ഹൈക്കോടതി വിട്ടു കൊടുത്തേക്കുന്നത്. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ട്രസ്റ്റുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ നിക്ഷേപകരിൽ നിന്ന് ആയിരക്കണക്കിന് കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് ബിനാമികൾക്ക് യാതൊരു മാനദണ്ഡവുമില്ലാതെ ലോണുകൾ നൽകി ഒടുക്കം ഇവ പൊട്ടുകയും നിക്ഷേപകർ വഴിയാധാരമാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഇവിടെ പല റെഗുലേറ്ററി അതോറിറ്റികളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല എന്നതാണ് ഈ തട്ടിപ്പുകൾ പെരുകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.